മോൻ കല്യാണം കഴിച്ചിട്ട് വന്നു. അവൾ വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണെങ്കിൽ അവർക്ക് ജോലിയില്ല. പക്ഷേ ഈ അമ്മായിയമ്മ ഇവിടെ നിരന്തരമായിട്ട് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള തുണികളെല്ലാം ഒരിക്കലും വാഷ് ചെയ്യാത്ത എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പുതപ്പും തലയണയൊക്കെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ വാഷ് ചെയ്യത്തില്ല. എല്ലാ ദിവസവും വാഷ് ചെയ്യുന്ന ഏതെങ്കിലും വീടുകളുണ്ട്? ഇല്ല. 2-3 ദിവസം അവൾ ഇത് മുഴുവൻ ഇതെല്ലാം വാരിയിട്ട് കൊടുക്കും. ഇവിടെ കൊണ്ട് എല്ലാം കല്ലയിലിട്ട് അലക്കിക്കും. അപ്പോൾ ഇത് എല്ലാ തുണികളും അലക്കി വെളുപ്പിച്ച് എല്ലാം ശരിയാക്കി എടുക്കണം. ഇവിടെ എല്ലാ ദിവസവും സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം അയലോക്കത്തുള്ള ഒരു സ്ത്രീ ഇത് കണ്ടിട്ട് അവിടെ വന്ന് എപ്പോഴും നമ്മൾ ഓർത്തണം, നമ്മളെയൊക്കെ കൺസേൺ നമ്മുടെ അയലോക്കക്കാർക്ക് നമ്മളെ പറ്റി. ആ ചേട്ടത്തി വന്നിട്ട് പറയുകയാണ്, മോളെ നിങ്ങൾക്ക് ഈ വാഷിംഗ് മെഷീനും എല്ലാം ഉണ്ട്, നിന്റെ ഭർത്താവ് ഇത്രയും നല്ല ജോലി, നിനക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നീ ഇതൊക്കെ ഇട്ടിങ്ങനെ നിന്റെ അമ്മായിമ്മ ഭയങ്കരയാണല്ലോ, നിന്നെ കൊണ്ട് ഇതെല്ലാം അലപ്പിക്കുകയും വെളുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ മോശമാണല്ലോ എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടെ പറഞ്ഞപ്പോൾ ഈ മരുമോളൊരു മറുപടി വന്നു. മരുമോള് പറഞ്ഞു, ഈ ഓരോ ചേട്ടത്തി ഓരോ തുണി എടുത്ത് ഞാൻ ഈ കല്ലിൽ അടിക്കുമ്പോഴും ഈ കല്ല് എൻ്റെ അമ്മായിയമ്മയാണെന്ന് പറഞ്ഞ് ഞാൻ അടിക്കുന്നത്. തുണി വെളുക്കുകയും ചെയ്യും, എൻ്റെ കാര്യം സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഓർത്തോളം, പരിജ്ഞാനത്തോടെ നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ നിങ്ങൾ അവരുടെ വീട്ടിൽ വീഴും, പിന്നെ അമ്മായിയമ്മയോട് ഗോലത്തയാവും. അങ്ങനെയല്ല. അവിടെ നമ്മൾ പരിജ്ഞാനത്തോടെ ഇടപെടുക നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ. ഉത്തമയായ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ല, ഏത് സാഹചര്യത്തിൽ കൊണ്ട് വിട്ടാലും നമ്മൾ ഈ കുരുമുളക് കയറ്റി വിടുന്നില്ലേ, ഇത് ഇവിടൊക്കെ ആകുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. കുരുമുളകും വെറ്റയൊക്കെ ഇങ്ങനെ കയറ്റി വിടുന്നതല്ലേ, അത് ഏത് സാഹചര്യത്തിലോട്ട് വളച്ചു വിടുന്നു അതനുസരിച്ച് അങ്ങ് പോകത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കണം. ഒരു വീട്ടിൽ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ആ സാഹചര്യം അനുസരിച്ച്, ചിലപ്പോൾ 10 മക്കളുള്ള വീട്ടിലോട്ടായിരിക്കും ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് പോകാൻ ശ്രമിക്കും. നീ ഒറ്റയ്ക്ക് വളർന്നതുപോലെ ആകരുത്. ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വരും. കാരണം അതാണ് മൂന്നാമത് ഒരാവശ്യവുമില്ലാതെ ഈ മറ്റുള്ളവരുടെ മൂന്നാമത്തെ കാര്യമാണ്. 1, 2, 3 മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, ഒരാവശ്യവുമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളുണ്ട്. ഒരാവശ്യമില്ല, നമുക്കൊരു അത്യാവശ്യമില്ലാത്ത കാര്യമാണ്, എന്നാലും മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഉദാഹരണമായിട്ട് ഒരു ഉദാഹരണം പറയാം. ഒരു കൊച്ചിനെ കല്യാണം കഴിച്ചു, അവിടെ വീട്ടിൽ വന്നു 3 മാസമായി കഴിഞ്ഞപ്പോൾ എല്ലാ ആഴ്ചയിലും ചർച്ച വെച്ച് കാണുമ്പോൾ ഒരമ്മച്ചി വന്ന് ചോദിക്കും, മോളെ വിശേഷമൊന്നും ആയില്ല ചോദിച്ചിട്ട്. ഇവിടെ നിന്ന് സഹി കിട്ടും, 2-3 മാസം ആയുള്ളൂ. അപ്പോഴത്തേക്ക് വിശേഷം വേണം അമ്മച്ചിക്ക് കൂടെ ചോദിക്കുന്നത് കേട്ട് ഒരു ദിവസം ഈ മോള് ചോദിച്ചു, അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 72 വയസ്സുണ്ട്. ഇതുവരെ അമ്മച്ചി ചത്തില്ലല്ലോ, അതെന്താ കാര്യം? എനിക്ക് 3 മാസമായുള്ളൂ കല്യാണം കഴിച്ചിട്ട്. അവരുടെ കാര്യം അവർ നോക്കട്ടെ. നമ്മൾ എന്തിനാ ഈ പിടിപ്പെടുക? ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ കയറി തലയിടേണ്ട കാര്യമില്ല. ദൈവവചനത്തിൽ സമാധാനം എന്നുള്ള പദം 429 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമായിട്ട്. നമുക്കിത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പരിജ്ഞാനമില്ലായികയാൽ എൻ്റെ ജനം, പണമില്ലാത്തതുകൊണ്ട് എൻ്റെ ജനം നശിച്ചു പോകുന്ന വാക്യം വല്ലതും ഉണ്ടോ? ഇല്ല. പക്ഷെ പരിജ്ഞാനം വേണം, മനുഷ്യന് വേണ്ടിയ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനം. എങ്കിലേ സമാധാനമൊക്കെ ഉണ്ടാകും. യെശയ്യാ പ്രവചനം 9:6 പറയുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ, അവൻ നിത്യ പിതാവ്, സമാധാന പ്രഭു. ഇവൻ നമ്മുടെ ജീവിതത്തിൽ കയറി വന്നപ്പോൾ തന്നെ സമാധാനം നമുക്ക് തന്നേ ചൊല്ലുകയില്ല. പക്ഷെ ആ സമാധാനം നിലനിർത്തേണ്ടത് നമ്മുടെ ജോലിയാണ്. സമാധാനം ഉണ്ടാക്കുന്ന ഭാഗ്യമെന്നാണ് ഞാൻ പറഞ്ഞു. ഇനി സമാധാനം ഉണ്ടാക്കുന്നതിൽ സഹോദരിമാർക്കുള്ള പങ്കിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ട് പെട്ടെന്ന് മുന്നോട്ട് പോകാം. ഇവിടെ ഓർപ്പിക്കാം. സമാധാനം ഉണ്ടാക്കുന്നതിൽ സഹോദരിമാരുടെ പങ്ക്. സദൃശവാക്യം 31-15 ഒന്ന് വായിച്ചാൽ, ഒന്ന് നിങ്ങൾ വായിക്കാതെ വേദപുസ്തകം കൊണ്ട് വന്നൊരു പോകുന്നത് ശരിയല്ലല്ലോ. ഒന്ന് തുറന്നേ. സദൃശവാക്യം 31:15. അവൾ നന്ന രാവിലെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? അവൾ നന്ന രാവിലെ എഴുന്നേൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വെളുപ്പിനെ എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കും. അങ്ങനെ എഴുന്നേൽക്കുന്ന സഹോദരിമാര് മാത്രം കരങ്ങൾ കൊടുത്ത് ഒരു ഹല്ലേലൂയ പറഞ്ഞു. വളരെ കുറവാണ്.
ഞങ്ങളുടെ വീട്ടിലൊക്കെ ജോലി എത്ര ജോലി ഉണ്ടെങ്കിലും അതിരാവിലെ എഴുതി അതിന് വലിയ അതുകൊണ്ടാണ് ഈ പിള്ളേരൊക്കെ പഠിച്ചാലേ എൻ്റെ കണക്കിനത് ഞാനൊരു 8 മണിയൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോഴത്തേക്ക് സ്കൂൾ ബസ്സൊക്കെ പോയി കഴിയും. എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ സഹോദരിമാർ രാവിലെ എഴുന്നേക്കണം. ഒന്ന് അവൾ നന്നാ രാവിലെ എഴുന്നേക്കുന്നു. പിന്നെന്താ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ്. അതൊക്കെ ഇവിടെ ചില പെണ്ണുങ്ങൾ കിടക്കുമ്പോഴേ ചോദിക്കുന്ന പറയുന്നത് നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ടായല്ലോ എന്ന് പറഞ്ഞാൽ അല്ലെ പിന്നെന്താ ഇവിടെ ഇപ്പൊ ഗൂഗിൾ പേയിൽ ഇത് സാധനം വരുത്താനുള്ള പരിപാടിയുണ്ട് അല്ലേ. 8 മണിയാകുമ്പോഴത്തേക്ക് ഇനി വരും ഇഡ്ഡലിയും സാമ്പാറും എല്ലാം കൊടുക്കും. അങ്ങനൊന്നും ആകരുത്. അത് രണ്ടാമത്തെ കാര്യം കൂടെ പറഞ്ഞു, അത് വേലക്കാരത്തികൾക്ക് ഓഹരി എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ജോലിയുടെ ഓഹരിയാണ്. ഈ പൈസ കൊടുക്കുന്നതല്ല, അത് വൈകിട്ടേ കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ മാസത്തിലൊരിക്കലും ആഴ്ചയിലൊരിക്കലും. ഇത് ചെയ്യുന്നത് അവർക്കുള്ള ഓഹരി എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് അവർക്ക് വേണ്ടി ജോലി അവൾ അസൈൻ ചെയ്ത് കൊടുക്കും. മനസ്സിലായോ? അതാണ് ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാർ. അവൾ നന്നാ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു പെൺകൊച്ചിനെ ഞങ്ങളുടെ ഒരു പെൺകൊച്ചിനെ ഒരു വീട്ടിൽ കെട്ടിച്ചു. അത് ഇച്ചിരി ഇത് സാമ്പത്തികമായിട്ടൊക്കെ ഇച്ചിരി മുന്നിൽ നിൽക്കുന്ന ഫാമിലിയാണ്. അപ്പം നല്ല ഒരു പയ്യനെയാണ് കല്യാണം കഴിച്ചത്. വിദ്യാഭ്യാസം വിവരവും ഒക്കെ ഉള്ളവരാണ്, നല്ല പണമൊക്കെ ഉണ്ട്, ജോലി ഉണ്ടെന്ന് പറഞ്ഞൊക്കെ കെട്ടി കല്യാണം കഴിച്ച് അവൾ വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ പപ്പായെ വിളിച്ച് പറയുകയാണ്, പപ്പ നമുക്ക് എന്തോ കളിപ്പീര് പറ്റി. കാര്യം ഇവിടെയുള്ള ആളുകൾക്ക് ഒരു വിദ്യാഭ്യാസം വിവരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാവിലെ 10 മണിയാകുമ്പോൾ തൊട്ട് എന്നെ വിളിച്ചുണർത്തിയിട്ട് ചോദിക്കുക, മോളെ സമയം എന്തായെന്ന് അറിയാമോ? സമയം എന്തായാലും ഇവർക്ക് സമയം നോക്കാൻ പോലും അറിയത്തില്ല. രാവിലെ 10 മണിക്കാ കിടന്നുറങ്ങുക അവള് രാവിലെ വരെ. രാവിലെ എഴുന്നേൽക്കേണ്ട അവള് പുതപ്പിന്റെ അടി കിടന്ന് എഴുന്നേറ്റ് വന്ന് ഈ ആളുകളെ കുറ്റം പറയും, ഇവർക്ക് സമയം അറിയത്തില്ലെന്ന് അവള് നോക്കാൻ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഞാൻ പറഞ്ഞതിന്റെ കാര്യം നമ്മള് അതിരാവിലെ എഴുന്നേൽക്കണം. രാവിലെ എഴുന്നേറ്റാൽ ഒത്തിരി ഗുണങ്ങളുണ്ട്, അവിടെ ഒന്നും ഞാൻ പോകുന്നില്ല. ഭാര്യമാർ വീടിന്റെ വിളക്കാണ്. വിളക്കെന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വിളക്കിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഭാര്യമാർ വീടിന്റെ വിളക്കാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു വിദ്വാൻ ഒരിക്കല് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഭാര്യ പറയടി, നീ ഈ വീടിന്റെ വിളക്കാണ്. അപ്പോഴത്തേക്ക് അത് വലിയ സന്തോഷമായി ഇതല്ലേ. അന്നേരം പറഞ്ഞു, എന്നാൽ നമുക്ക് ഒരു വിളക്കൂടെ ആയാലോ. മനസ്സിലായോ? പക്ഷേ വിളക്കിന്റെ ഈ ഗുണമെന്ന് പറയുന്നത് എപ്പോഴും കരിന്തിരി കത്തുന്ന വിളക്കാകരുത്. ചില വിളക്കുകളുണ്ട്, വീട്ടിൽ വിളക്കാണോ അതോ വേറെന്തെങ്കിലും ആണോ നമ്മൾ അന്വേഷിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. ഈ വിളക്കിന് ഉപയോഗം എന്തോ? ഇരുട്ടിനെ മാറ്റാനാണ് ഉപയോഗിക്കുന്നത്, വെളിച്ചം കൊടുക്കാനാണ്. അപ്പൊ ഭാര്യമാര് ഇത് വേദപുസ്തകത്തിൽ ഭാര്യമാര് വെളിച്ചമാണെന്ന് വല്ല വാക്യമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ഭാഷയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരുട്ടുണ്ടാകുമ്പോൾ അവിടെ വെളിച്ചം കൊടുക്കേണ്ട ആളുകളാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാറത്തടിച്ച് കിടന്ന് കരഞ്ഞ് ഉരുണ്ട് കിടന്ന് കരയുക നല്ലതാണ്. അതുകൊണ്ടൊരു പ്രയോജനമൊന്നുമില്ല. പക്ഷെ ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ, പരിഹാരം നിങ്ങളുടെ ഭർത്താവിന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നവളായിരിക്കും. അതാണ് ഇരുട്ടിനെ മാറ്റുന്നത്. എനിക്കൊരു ഫർണിച്ചർ ഇവിടെ ഉണ്ട്. ഞാൻ പല ബിസിനസ് ചെയ്തിട്ടുള്ളതാണ് അമേരിക്കയിൽ. അപ്പം അവിടുത്തെ ആ ബിൽഡിങ് ഭയങ്കര പഴയ ബിൽഡിങ്, നമ്മുടെ സ്വന്തം ബിൽഡിങ് തന്നെയാണ്. പക്ഷെ പഴയ ബിൽഡിങ് ആയതുകൊണ്ട് ഈ ഇതുപോലുള്ള ട്യൂബ്ലൈറ്റ് ഒന്നുമില്ല. പഴയ ട്യൂബ്ലൈറ്റ് ഓർമ്മയുണ്ടോ? പഴയ ട്യൂബ്ലൈറ്റ്. ഇപ്പൊ എല്ലാം എന്തുവാ LED അല്ലേ. മറ്റേ അതിങ്ങനെ ഞാൻ ചെന്ന് ലൈറ്റ് ഇടുമ്പോൾ എല്ലാ 10 അടി അകലത്തിൽ ഇങ്ങനെ ലൈറ്റ് ഉണ്ട്. ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ബിൽഡിങ്. പക്ഷെ ഈ ലൈറ്റുകളിൽ പലതും ഞാൻ ചെന്ന് ലൈറ്റ് ഇടുമ്പോൾ കത്തത്തില്ല. കാരണം അതിങ്ങനെ മൂളി നിൽക്കത്തേ ഉള്ളൂ. പിന്നെ ഞാൻ പോകാറാകുമ്പോൾ കത്തുന്ന ചില ലൈറ്റുകളുണ്ട് കട അടയ്ക്കുന്ന നേരത്ത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത്യാവശ്യം കിടുന്ന ലൈറ്റുകളുണ്ട്. ഈ പല ലൈറ്റുകളും നിങ്ങൾക്ക് പഴയ ആളുകൾക്ക് അറിയാം. LED വന്നു കഴിഞ്ഞപ്പോൾ ഇത്ര അറിയത്തില്ല. പക്ഷെ ഇങ്ങനത്തെ ചില ലൈറ്റുകൾ നമ്മുടെ വീടുകളിലുണ്ട്. വലിയ പ്രോബ്ലമായത് കേട്ടോ. കാരണം വെളിച്ചം കിട്ടത്തില്ല.
ഒരു വിളക്കേ ഉള്ളതോടുള്ള പ്രോബ്ലമാണ്. അതിന് അവർ രണ്ടാമത് വിളക്കാണ്ടിരിക്കുന്നു. നോക്കിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും വിളക്ക് വേറെ അന്വേഷിച്ച് ഭർത്താക്കന്മാർ പോകുന്നുണ്ട്, നിങ്ങളുടെയും കൂടെ കുഴപ്പമാണെന്ന് ഓർത്തു. നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നിങ്ങൾ പ്രകാശിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ പ്രകാശിച്ചില്ലെങ്കിൽ അതിന് വേറെ വഴി നോക്കേണ്ടി വരും. അതുകൊണ്ട് ദയവേത് അതിനൊന്നും അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. സഹോദരിമാരെല്ലാം എഴുന്നേറ്റ് പ്രകാശിക്കണം. നല്ല രീതിയിൽ ഭവനത്തിന് വെളിച്ചം കൊടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി തയ്യാറുള്ള ആളുകളൊന്ന് കരങ്ങൾ കൊടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പകുതി പേർക്ക് അതിനൊരു പ്രശ്നമാണല്ലോ, അത് വേണ്ട എന്നുള്ളത്. ഒന്നിച്ച് കരങ്ങൾ കൊടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ എല്ലാവരും. ഹല്ലേലൂയ. ഓക്കെ, ഹൃദയം തുറന്ന് ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, ചിരിച്ചിട്ട് എത്ര നാളായി? വീട്ടിലൊരു തമാശൊക്കെ പറഞ്ഞൊന്ന് ചിരിക്കാനൊക്കെയുള്ള അവസരങ്ങൾ ദൈവദാസന്മാരും ദൈവദാസിമാരും പാസ്റ്റർമാരും അല്ലാത്തവരെല്ലാവരും ഉണ്ടാക്കണം. ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ തമാശ പറഞ്ഞ് ചിരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ ചിരിക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്നെ അവർക്ക് ഇമിറ്റേറ്റ് ചെയ്യാനറിയാം നന്നായിട്ട്. ഞാൻ പ്രസംഗിക്കുന്നത് എങ്ങനെയാണ്, മൈക്ക് പിടിക്കുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം അവർ കാണിക്കും. ഇതിലും 2 മരുമക്കളുണ്ട്, അവരുമാണ് ഇതിനൊക്കെ കേമികളാണ്. അവരെന്നെ നല്ലതായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. അതും അല്ലെങ്കിൽ എന്നെ ഒത്തല്ലെങ്കിൽ ജോളിയെ ഇമിറ്റേറ്റ് ചെയ്യും. ഇങ്ങനെ ഞങ്ങളെ രണ്ടുപേരും അങ്ങനെ ആ അന്തരീക്ഷം നല്ല ഒരു സന്തോഷമായിട്ടാണ് ഭക്ഷണം കഴിച്ച് പിരിയുന്നത്. അപ്പം അതിന് അങ്ങനെ ഒരു സന്തോഷം കിട്ടാത്തതുകൊണ്ടാണ് ഈ പിള്ളേർ അയൽവക്കത്തെ വീട്ടിൽ പോകുന്നത്. മനസ്സിലായോ? നിങ്ങൾ സന്തോഷം കൊടുക്കുന്നില്ലെങ്കിൽ അവർ സന്തോഷം അന്വേഷിച്ച് വേറെ പലയിടത്തും. നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുക്കലേക്ക് അവർ പോകേണ്ടി വരും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അവളോട് തിരിയുന്നില്ല. ഹൃദയം തുറന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. എല്ലാ രോഗങ്ങളെയും വേദന സംഹാരി എന്നാണ് അതിനെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വേദനകളെ മാറ്റിക്കിട്ടുന്ന ഒരു ഔഷധം കൂടാണ്. നല്ല ചിരി എന്ന് പറയുന്നത്, നല്ലൊരു ചിരിക്കാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ അങ്ങോട്ട് പരസ്പരം നോക്കി ഒന്ന് ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചിരിച്ച് ഒരു കുഴപ്പവും വരത്തില്ല. ഇത്ര എൻഡോർഫിൻ വെറുതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. എനിക്കൊരു പൈസ ചെലവില്ലാതെ ഇത്ര എൻഡോർഫിൻ കിട്ടി. അതാണ് ഇതിന്റെ ഗുണമെന്ന് പറയുന്നത്. നമ്മൾ പരസ്പരം ചിരിക്കുമ്പോൾ 2 പേർക്കും കിട്ടുക. അത് മൊത്തത്തിൽ നമുക്ക് ബെനിഫിറ്റാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ മറക്കരുത്. സമാധാനം ഉണ്ടെങ്കിലേ സന്തോഷമുള്ളത് ചിരിയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ചിരിയും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളിലാണ് നാം പലപ്പോഴും നിരാശരായി പോകുന്നത്, ഡിപ്രഷനിലേക്ക് പോകുന്നത്. അല്ലേ? ഡിപ്രഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. ദൈവം നമുക്ക് തളിച്ചു തന്നിരിക്കുന്ന കഴിവുകൾ ഉപയോഗിച്ച് ചെയ്യാവുന്നത് ചെയ്യുമ്പോൾ ബാക്കി കാര്യം ദൈവം പോയിപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും ആത്മഹത്യ ഒരു പരിഹാരമേ അല്ല. പലരും ആത്മഹത്യ ചെയ്ത് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസികൾ തന്നെ ആത്മഹത്യ ചെയ്ത സിറ്റുവേഷൻസ് പലതുണ്ട്. അല്ലെങ്കിൽ അത് ഈ കാര്യം ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് നമ്മുടെ ഇടയിൽ. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുമ്പം ഭാര്യയ്ക്ക് ഒരു സ്ത്രീകള് 5000 വാക്കുകൾ ഒരു ദിവസം ഉപയോഗിക്കുമ്പോൾ പുരുഷന്മാർ 2000 വാക്കുകളേ ഉള്ളൂ. അവർക്ക് റിസർവ്ഡാണ്. സ്ത്രീകൾ അതിന് കൂടുതൽ വാക്കുകൾ ദൈവം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസത്തേക്ക് കോട്ട എന്ന് പറഞ്ഞാൽ 2000 വാക്കുകളാണ് പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക് 5000 ഉണ്ട്. അപ്പോൾ ഈ സ്ത്രീ ഇവിടെ വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീക്ക് ഈ 5000 ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് അവിടെ അയൽവക്കത്ത് പോകുന്നത്. കാരണം ഈ ബാക്കി ഈ മീൻകാരനോടും പാൽ കൊണ്ടിരുന്നവനോടും പത്രക്കാരനോടും ഒക്കെ സംസാരിച്ച് 1000-1500 ചെയ്തിട്ടുള്ളൂ. ബാക്കി 3500 പിന്നെയും കിടക്കുക. അതേ കുറെ കൊണ്ടുവന്ന് അവിടെ ചിലവാക്കിയിട്ട് ഇനി വരും. അയലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിനുശേഷം വന്ന് ഭർത്താവ് വരുമ്പോഴത്തേക്ക് അവൻ ചിലപ്പോൾ സ്കൂൾ ടീച്ചറായിരിക്കും. അവൻ 2000 കഴിഞ്ഞ് 4000 ആയിട്ടായിരിക്കും അവൻ വരുന്നത്. അത് അവൻ ടയർഡായിട്ട് വരുന്നത്. ഈ മനുഷ്യനോട് എന്തോ ചോദിച്ചാലും മിണ്ടത്തില്ലെന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊന്നുമില്ല, അവൻ്റെ റിസർവ് കഴിഞ്ഞിരിക്കുക. 2000 കഴിഞ്ഞ് അവൻ വന്നിരിക്കുന്നത്. ചില പാസ്റ്റർ അതേ പറയുകയും വേണ്ട പാസ്റ്റർമാർ. അപ്പം നിങ്ങൾ പാസ്റ്റർമാരെ കുത്തി നോക്കിക്കല്ലേ, ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിച്ചോളെ. കാരണം പാസ്റ്റർമാർ ഒത്തിരി വാക്കുകൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് പിന്നെ ഒന്നും കാണത്തില്ല, ക്ഷീണിച്ചായിരിക്കും വരുന്നത്. അന്നേരം നല്ലൊരു നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് കൊടുത്ത് അവരുടെ ക്ഷീണമൊക്കെ മാറ്റിയതിന് ശേഷം മാത്രം എന്തെങ്കിലും ചോദിക്കാം. അല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പാസ്സാണെന്ന് വിചാരിക്കത്തില്ല, ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്നിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഓക്കെ. എന്നിട്ട് ഈ 4000 മക്കൾ ഇതിന് കഴിഞ്ഞ് ഈ ഭർത്താവ് വീട്ടിൽ വന്നു കഴിയുമ്പം ഭർത്താവിനെ പുള്ളിക്ക് പറഞ്ഞാലും ചിലപ്പോൾ ഒന്നും മിണ്ടത്തില്ല. കാരണം പുള്ളിക്ക് മിണ്ടാനൊന്നുമില്ല. കാരണം പുള്ളിയുടെ റിസർവ് എല്ലാം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അത് കേൾക്കാനുള്ള വില്ലിങ്നെസ് ഉണ്ടോ, ഇല്ലെങ്കിൽ അന്നേരം പറയരുത്. ഞാനെൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, രാവിലെ എഴുന്നേൽപ്പിച്ച് എന്നെ ഒന്നും പറയരുത്, ചോദിക്കരുത്. ഞാനൊരു 10 മണി വരെ ഒന്നും മിണ്ടാത്ത ആളാണ്. അത് ഞാൻ ദൈവമായിട്ടും ഒക്കെ ചില കണക്ഷനുണ്ട്. ആ പ്രാർത്ഥനയിലും മറ്റുള്ള കാര്യം അതെല്ലാം കഴിഞ്ഞെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധി ഒന്ന് വർക്ക് ചെയ്യത്തുള്ളൂ ഏതെങ്കിലും പറയുവാൻ. അതുകൊണ്ട് ആ രീതിയിൽ വേണം നമ്മൾ ഇടപെടാൻ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ദൈവിക സമാധാനം ലഭിക്കണമെങ്കിൽ ദൈവവും നാമുമായിട്ടുള്ള ബന്ധം ഒന്നാമത് ശരിയാണ്. ഞാൻ ആദ്യം പറഞ്ഞു. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധവും ശരിയാകണം. അയൽപ്പക്കാരനുമായിട്ട് ബന്ധം ശരിയല്ലെങ്കിലും സഭക്കാരുമായിട്ട് ബന്ധം ശരിയല്ലെങ്കിലും സമാധാനം കിട്ടത്തില്ല. കിട്ടുമോ? ഉറക്കം കിടന്നാലോ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. കാരണം എന്താ? ഇതൊക്കെയാ മനസ്സിൽ കൂടെ പോകുന്നത്. അങ്ങനെയുള്ള പല ചിന്താഗതികളും മാറണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കണം. എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 14 വാക്യം എടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് വായിച്ചു. അവൻ നമ്മുടെ സമാധാനം. വേണ്ട, ഞാൻ പറഞ്ഞങ്ങ് മുകളെ. എഫേസ്യർ 2:14 പറഞ്ഞ അവനാണ് നമ്മുടെ സമാധാനം. ആരാത്? അവനെന്ന് പറയുന്നത് യേശു ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ സമാധാനമാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവും യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട ഒരു ഇടപഴകിയ ജീവിതം കൊണ്ടുപോകാനായിട്ട് എത്ര പേർ തയ്യാറെടുക്കും?